Father Arun to say a small prayer. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഒരുമിച്ചായിരിക്കാൻ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മച്ചി 88 വയസ്സ് വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ഈശോയ്ക്ക് നന്ദി പറയാം. ഞാൻ അമ്മച്ചിയോട് പറയതേ, ഈ 88 എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട്. നമ്മൾ എത്ര പേര് 88 വരെ എത്തുമെന്ന് ഉറപ്പുള്ളവരാരെങ്കിലും ഉണ്ടോ? താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടോ 88 വരെ പോയി? ഒരു താല്പര്യമില്ല. ഓ, 88 ചോദിച്ചോണ്ടാണോ? 100 ചോദിച്ചാൽ കൈ വയ്ക്കാനല്ലേ? അപ്പൊ ഏതായാലും മക്കളും കൊച്ചുമക്കളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാം ഒന്നു ചേർന്ന് ഈ ഒരു സായാഹ്നം വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഞാനും തമ്പുരാന് നന്ദി പറയുകയാണ്. അമ്മച്ചി ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന കോതമംഗലം രൂപതയുടെ ഭാഗമായ ഞാൻ ഈ ഒരു ജന്മദിനത്തിൽ സംബന്ധിക്കാനായിട്ട് ഇവിടം വരെ എത്തിച്ചേർന്നു എന്നുള്ളത് ഒരു ദൈവ നിയോഗമായിട്ടും എൻ്റെ ഭാഗ്യമായിട്ടും ഞാൻ കരുതുകയാണ്. അപ്പൊ അമ്മച്ചിക്ക് എല്ലാ പ്രാർത്ഥനാശംസകളും 88 നിന്നും 98ലേക്കും 100ലേക്കും പോകാനായിട്ട് സാധിക്കട്ടെ. അതിനുള്ള എല്ലാ കൃപയും തമ്പുരാൻ തരട്ടെ. പൂർണ്ണ ആരോഗ്യവതിയായി തന്നെ മുമ്പോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം മക്കൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 2 പേര് ഒരാളുണ്ടല്ലേ? അപ്പൊ 3 പേരും ഇവിടെ ഉണ്ട്. അപ്പൊ അവരുടെ ആ ഒരു കരുതൽ, അതിലുപരി ഞാൻ മനസ്സിലാക്കുന്നു കൊച്ചുമക്കൾ, അവരുടെ ഒരു റോളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. കാരണം നാട്ടിലും ഇതുപോലെ ഒരുപാട് അമ്മമാരും അപ്പന്മാരും ഉണ്ട്. കാരണം ഞാനൊക്കെ ഇരിക്കുന്ന ഇടവകയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കൊക്കെ ആകെപ്പാടെയുള്ള മക്കളും കൊച്ചുമക്കളും എന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ച് അച്ഛന്മാരും പിന്നെ വലിയ തിരക്കില്ലാത്ത കുറച്ച് സിസ്റ്റേഴ്സും ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് കയറി ചെല്ലുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തും ഇപ്പുറത്തും അവർക്കൊന്നുമില്ല. അപ്പം ആ ഒരു കാര്യത്തിനകത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ അമ്മച്ചി ഭാഗ്യവതിയാണ്. തമ്പുരാന് നന്ദി പറയാം. കാരണം ഇവരെല്ലാം സ്നേഹമായിട്ട് ഒപ്പമുണ്ട്. അപ്പോൾ ആ സ്നേഹവും കരുതലും തുടർന്നും മുൻപോട്ട് ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം കോതമംഗലം രൂപതയുടെ പേരിലും അമ്മച്ചിയുടെ ആ ഒരു തുടക്കം അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ അഭിവന്യ മടത്തിക്കണ്ടത്തിൽ പിതാവിൻ്റെ പേരിൽ ഉൾപ്പെടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുകയാണ്. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ പേര് ഫാദർ അരുൺ വലിയ താഴത്ത് എന്നാണ്. ഞാൻ കോതമംഗലം രൂപതയിൽപ്പെട്ട ഒരു അച്ഛനാണ്. ഇവിടെ ഈ അമേരിക്കയുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകും. കാരണം പലരും എന്നോട് ചോദിച്ചു ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല, ഉടനെ പോകും. നാളെ വെളുപ്പിനെ ഇവിടുന്ന് പോകും. അമ്മച്ചിയുടെ ബർത്ത്ഡേ ഉള്ളതുകൊണ്ട് മാത്രം വൈകുന്നേരം നിന്നാണ്, ഇല്ലെങ്കിൽ നേരത്തെ. അപ്പോൾ ഞാൻ അടുത്ത മാസം 19-ാം തീയതി തിരിച്ച് നാട്ടിലേക്ക് പോകും. ഞാനിപ്പോൾ നിലവിൽ കീരമ്പാറ എന്ന് പറയുന്ന ഒരു പള്ളിയുടെ വികാരിയച്ഛനായിരുന്നു. അവിടുന്ന് മാറി കുട്ടമ്പുഴ എന്ന് പറയുന്ന അടുത്ത പള്ളിയുടെ വികാരിയച്ഛനായിട്ട് പോകുന്നു. ഒപ്പം രൂപതയുടെ ചില ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വമുണ്ട്. കുറച്ച് കിടപ്പ് രോഗികളും പ്രായമായ കാർന്നവന്മാരൊക്കെ ഉണ്ട്. 40 വയസ്സ് തൊട്ട് കിടക്കുന്നവരുണ്ട്. കർത്താവിന് എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ഉത്തരവാദിത്വമുണ്ട്. പിന്നെ രൂപതയുടെ ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. തമ്പുരാൻ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ വരാനായിട്ട് നിമിത്തമായി തീർന്ന പുള്ളിയേട്ടനുമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധവും ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാം കണ്ടു. ചേച്ചി ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അപ്പം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമുക്കറിയാമല്ലോ, ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാം ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഗതി കേക്ക് മുറിക്കുക. അതിലുപരി ഒരു ചെറിയ പ്രാർത്ഥന കൂടി തമ്പുരാൻ്റെ മുമ്പിൽ കൊടുക്കുക. ഒപ്പം നമ്മുടെ ഗ്രാജുവേഷൻ അലീന ആഘോഷമായിട്ട് ഗ്രാജുവേഷൻ നടത്തിയിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് കഴിഞ്ഞു. എന്നാലും കേക്ക് മുറിക്കാൻ പങ്കാളിയാവണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അലീനയ്ക്കും ഉന്നതങ്ങളിലേക്ക് വളരാനാകട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും തമ്പുരാൻ തരട്ടെ. പിന്നാലെ നിൽക്കുന്നവരും വളർന്നു വരട്ടെ, മുമ്പിൽ നിൽക്കുന്നവരും മാതൃകയാവട്ടെ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യെസ്. അമ്മച്ചി കൊണ്ടുപോകും. അമ്മച്ചി പ്രധാനപ്പെട്ടാണ്. അപ്പോൾ മക്കളും കൊച്ചുമക്കളൊക്കെ വന്നു. മക്കളൊക്കെ ഇവിടെ വന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനേ നിത്യസഹായകനേ, അകതാരിലുണർവിന്റെ പനിനീരു തൂകിനി
അവിരാമമൊഴുകി വരൂ വരദാനവാരിതേ ഫലമേകൂത ഒഴുകി വരൂ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ തന്നാലും നാഥ നിൻ ജീവനേ നിത്യസഹായകനേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും കർത്താവിൻ്റെ വലിയ ദാനമാണ് എന്ന വചനത്തിൻ്റെ വലിയ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയോടൊപ്പം 88 വർഷത്തിൻ്റെ ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ സായാഹ്നത്തിൽ പ്രിയപ്പെട്ട മക്കളും കൊച്ചുമക്കളും സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും ഒന്നു ചേർന്നായിരിക്കുമ്പോൾ തമ്പുരാനെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എത്രമാത്രം നന്ദി പറഞ്ഞാലും തീർക്കാവുന്നതിനും അപ്പുറത്താണ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞുപോയ നാളുകളിൽ മുഴുവൻ പ്രിയപ്പെട്ട അമ്മയുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് വർഷിച്ച എല്ലാ ഇടപെടലുകളെയും നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം കഴിഞ്ഞ വർഷത്തെ സ്നേഹത്തോടെ നോക്കിക്കാണുന്നതിനും കുറവുകളെ പോരായ്മകളെ നികത്തി തീക്ഷ്ണതയോടെ മുൻപോട്ട് പോകുന്നതിനുമായിട്ടാണല്ലോ ഓരോ ജന്മദിനങ്ങളും ഞങ്ങൾ ആഘോഷിക്കുക. പ്രിയപ്പെട്ട അമ്മയെ സംബന്ധിച്ച് നീണ്ട കാലഘട്ടങ്ങൾ കുടുംബത്തിന്റെ വിളക്കായി പ്രകാശമായി മക്കളെയും കൊച്ചുമക്കളെയും ജീവിത സാഹചര്യങ്ങളെയും എല്ലാം ചേർത്ത് പിടിച്ച് മുൻപോട്ട് പോകുവാനുള്ള വലിയ കരുത്ത് ഈ അമ്മച്ചിക്ക് അങ്ങ് പ്രദാനം ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹവും കരുണയും കരുതലും ധാരാളമാമിധം നൽകണമേ. സ്വർഗരാജ്യത്തായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാം ഈ സമയം നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. അവരുടെ മാധ്യസ്ഥം ഞങ്ങൾ തേടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം പ്രിയപ്പെട്ട മക്കളെ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ, അവരുടെ ബിസിനസ് മേഖലകളെ, ജോലി മേഖലകളെ എല്ലാം സമർപ്പിക്കുന്നു. കൊച്ചുമക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന സാഹചര്യങ്ങൾ, അവരുടെ ജീവിതത്തിന്റെ വഴികൾ, പ്രത്യേകിച്ച് ജോലിയുമായി ബന്ധപ്പെട്ട് പഠനവുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ഓരോ കാര്യങ്ങൾ എല്ലാം അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റണമേ. എല്ലാം ഇപ്പോഴും അങ്ങയെ സ്നേഹിക്കാൻ, അങ്ങയുടെ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ ആയിരിക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പദ്ധതിയോട് ചേർന്ന് നിന്ന് അങ്ങയുടെ പദ്ധതിയിൽ ആശ്രയിച്ച് ഓരോ കാര്യങ്ങളും ചെയ്ത് മുൻപോട്ട് പോകുവാൻ കൃപ നൽകണമേ. ഇന്ന് ഈ സായാഹ്നത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടുവാൻ കൃപ നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ കുടുംബാംഗങ്ങളെയും, സുഹൃത്തുക്കളെയും സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ സ്നേഹബന്ധങ്ങളെല്ലാം ഊട്ടിയുറപ്പിക്കപ്പെട്ടത് വിരുന്ന് മേശകളിലാണല്ലോ. ഈ വിരുന്ന് മേശയിൽ ഒരുമിച്ച് കൂടുമ്പോൾ പരസ്പരമുള്ള സ്നേഹവും കൂട്ടായ്മയും ഓരോ നിമിഷവും വർദ്ധിച്ചു വരുവാൻ, കൂടുതൽ സ്നേഹത്തിൽ മുൻപോട്ട് പോകുവാൻ, സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്ന് ഓർമ്മിപ്പിക്കുന്നത് പോലെ സ്നേഹം മാത്രമേ എന്നും നിലനിൽക്കുകയുള്ളൂ എന്ന ബോധ്യത്തോടെ മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ വലിയ സാന്നിധ്യവും മാധ്യസ്ഥ്യവും എന്നും എപ്പോഴും ഈ ഭവനത്തിലുണ്ടാകട്ടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് ചേർന്ന് മാതാവിനെ വിളിച്ച് അമ്മച്ചിക്ക് വേണ്ടി 3 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. പരിശുദ്ധ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ അമ്മച്ചിയുടെ ജീവിതത്തിലെ കഴിഞ്ഞ നാളുകളിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ,
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും നമ്മെല്ലാവരോടും ഈ ഭവനത്തോടും ഭവനാന്തരീക്ഷത്തോടും പ്രത്യേകമാമത്തും അമ്മശിയോടും ഒപ്പം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക്. Thank you, Father Arun. And now we're going to be cutting the cake, and shout out to Anu, who spent all day making the cake for Anu.
മുന്നിൽ നിർത്തിയ കമ്പം